വർക്കിനെ നമ്മൾ തൊട്ടറിഞ്ഞ് ഫീൽ ചെയ്യുന്നതും കണ്ട് ഫീൽ ചെയ്യുന്നതും രണ്ട് അനുഭവമാണ്. കണ്ട് ചിലപ്പോൾ അത് അവിടെ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നമ്മളത് തൊട്ടനുഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ നിൽക്കുക, നമ്മൾ ചിലപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് അവർക്ക് കൺവേ ആവും. എൻ്റെ പേര് സെലിൻ ജേക്കബ്. എൻ്റെ വീട് എഴുപുന്നേലാണ്, ആലപ്പുഴ ജില്ലയിൽ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. സ്കൾപ്ചറാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പെയിൻറ്റിങ്, സ്കൾപ്ചർ, ഇൻസ്റ്റലേഷൻസ് അങ്ങനെ എല്ലാ മീഡിയം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, ആർട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫ്, പാർട്ട് ഓഫ് മൈ ബോഡി, പാർട്ട് ഓഫ് മൈ ഹാപ്പിനെസ്. ഈ സാധാരണ കണ്ടുവരുന്ന ഒരു ആർട്ടിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ പൊളിച്ചെടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ വർക്കിൽ ആൾക്കാർ തൊടണം, അല്ലെങ്കിൽ അവർ എൻ്റെ വർക്കിനെ അനുഭവിച്ചറിയണം, അവരെൻ്റെ വർക്കിൻ്റെ ഭാഗമാകണം. കാഴ്ചക്കാരെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യിക്കാനായിട്ടുള്ളൊരു ശ്രമം ഞാൻ നടത്താറുണ്ട്. ഇപ്പം എൻ്റെ റീസെൻറ്റ് വർക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് വർക്കുകളാണ്. ആളുകൾ അതിനെ തൊട്ട് നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കതിൻ്റെ ഇത് മനസ്സിലാവൂ. ഇപ്പോൾ പെയിൻറ്റിങ്, സ്കൾപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേഷൻ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ എനിക്കില്ല. രണ്ടും ഒരേപോലെ ഒരേ പാതയിലൂടെ പോകുന്ന ഒരിതാണ്. ഇപ്പം സാധാരണ സ്കൾപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് പെയിൻറ്റിങ് ചെയ്യാനും ഞാൻ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത്. ചിലപ്പം ഞാൻ ക്യാൻവാസിലായിരിക്കില്ല ചെയ്യുന്നത്, ചിലപ്പം വല്ല തുണിയൊക്കെ എടുത്ത് അതിൽ ഈ പൂവ്, ഉണങ്ങിയ ഇല, അല്ലെങ്കിൽ ചുള്ളിക്കമ്പ്, ഇങ്ക്, മണ്ണ് ചിലപ്പം പശയിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പെയിൻറ്റിൽ മിക്സ് ചെയ്ത് അത് ഡയറക്റ്റ് എടുത്ത് ക്യാൻവാസിലോ അല്ലെങ്കിൽ പേപ്പറിലോ വർക്കിലോ എന്തിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് അതിൽ ഉപയോഗിക്കും. പെയിൻറ്റിങ്ങുകൾക്ക് തന്നെ 3 ഡയമെൻഷനൽ ഒരു വ്യൂ കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്.